നമസ്കാരം. ഫാഷൻ ലോകം എന്നും വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോഗോകളുടെ അതിപ്രസരമുള്ള ലൗഡ് ഫാഷനിൽ നിന്നും ക്വയറ്റ് ലക്ഷറി അഥവാ ഓൾഡ് മണി സ്റ്റൈലിലേക്കുള്ള ഒരു മാറ്റം. എന്താണ് യഥാർത്ഥത്തിൽ ഓൾഡ് മണി ട്രെൻഡ്? ഇത് കേവലം ഒരു വസ്ത്രധാരണ രീതിയല്ല, മറിച്ച് പാരമ്പര്യത്തെയും ഗുണമേന്മയും മുറുകെ പിടിക്കുന്ന ഒരു ഫിലോസഫിയാണ്. എൻ്റെ പരിമിതമായ അറിവ് ശരിയാണെങ്കിൽ ഇത് 1920 1950 ഒക്കെ കാലഘട്ടങ്ങളിൽ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പ്രഭുക്കന്മാര് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞ വലിയ പണക്കാര്, ആഢ്യന്മാര് ധരിച്ചിരുന്ന ഒരു ഡ്രസ്സിന്റെ സ്റ്റൈലാണ് ഈ ഓൾഡ് മണി സ്റ്റൈൽ. അത് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ലിയാനാർഡോ ഡികാപ്രിയോ ഉണ്ടല്ലോ, നമ്മളെ ടൈറ്റാനിക്കിൽ അഭിനയിച്ച അഭിനേതാവ്, അദ്ദേഹത്തിന്റെ ഒരു ഫിലിമുണ്ട് ഗ്രേറ്റ് ഗാറ്റ്സ്ബൈ എന്ന് പറഞ്ഞിട്ട്. 2013 ഫിലിം റിലീസായത്. അതിൽ അദ്ദേഹം ധരിച്ച സ്യൂട്ട്, അതിന്റെ മറ്റേ ലിനൻ ഡ്രസ്സ്, ഇതൊക്കെ ഒന്നും കൂടിയും നമ്മുടെ പുതിയ പിള്ളേരുടെ ഇടയിൽ, ജെൻസി പിള്ളേരുടെ ഇടയിൽ അതിൽ വളരെ പ്രചാരത്തിൽ വന്നു. അതിനൊരു കാരണമുണ്ട്. ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും അതിന്റെ ആ ഒരു സ്പീഡ് കൂട്ടി ഈ ഓൾഡ് മണി സ്റ്റൈലിന്റെ. അപ്പോ അത് എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കുന്ന ഒരു സ്റ്റൈലാണ് ഈ ഓൾഡ് മണി സ്റ്റൈൽ. ഈ മാറി മാറി വരുന്ന ഫാഷൻ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഈ സുഡിയോ ഒക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ആഴ്ചക്ക് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഫാഷനില്. അപ്പൊ അതൊന്നും ഇല്ലാതെ ആ ഒരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യുന്നതിനാണ് ഈ ഓൾഡ് മണി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് അതിൻ്റെതായ കുറെ കളറുകൾ ഉണ്ട്. അതില് വൈറ്റ് ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, ഒലീവ് ഗ്രീൻ ഉണ്ട്, ബേജ് കളർ ഉണ്ട്, ആഷ് കളർ ഉണ്ട്. അങ്ങനത്തെ കളറാണ്. അല്ലാതെ വളരെ കുത്തുന്ന കളറുകളൊന്നും അതിൽ സാധാരണ ഉപയോഗിക്കാറില്ല. എന്തെന്നായാലും അത് നമ്മൾ വലിയ ലോഗോകളോ അല്ലെങ്കിൽ നമ്മൾ ഷർട്ടിന് വലിയ പ്രിന്റുകളോ ഒന്നുമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ബ്രാൻഡ്, ഒരു സ്റ്റൈൽ ആണ് ഈ ഓൾഡ് മണി. എന്തായാലും അത് ഉഷാർ സ്റ്റൈലാണ്. ഈ ആവശ്യമില്ലാത്ത ട്രെൻഡുകളുടെ പിന്നാലെ പോകാതെ എന്നും ഒരു നൈസ് ലുക്കായിട്ട് നിലനിൽക്കാൻ ഈ ഓൾഡ് മണി സ്റ്റൈല് സഹായിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊക്കെ ഏകദേശം ഈ ഓൾഡ് മണി സ്റ്റൈല് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴത് നമ്മളൊക്കെ ഓൾഡ് മണി സ്റ്റൈലാന്നുള്ളത് ഇപ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുന്നത്.